ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നൊരൊറ്റ ടോപ്പിക്കിൽ 25 ക്വസ്റ്റ്യൻസാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്പാമിനെ കുറിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഏത് എക്സാമിന് ചോദിച്ചാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് കഴിയണം ഈ ഒരു MCQ തീരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ്? വിച്ച് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഓപ്പാം, ഓപ്ഷൻ ബി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഓപ്ഷൻ സി ലോജിക് ഗേറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വിച്ച് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ്? അനലോഗ് സർക്യൂട്ട്സിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ്? ഓപ്പാമ്പ് ആണോ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, ലോജിക് ഗേറ്റ്സ് ആണോ, അതോ ഇതൊന്നുമല്ല? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? നമുക്കറിയാം ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഓപ്പാമ്പ് ആണ് അല്ലേ. ഓപ്പാമ്പ് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം. ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം. ഫ്ലിപ്പ് ഫ്ലോപ്പും ലാച്ചസും ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പും ലാച്ചസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗർ ആണ്, ലാച്ചസ് എന്ന് പറയുന്നത് ലെവൽ ട്രിഗർ ആണ് അല്ലേ. ലോജിക് ഗേറ്റ്സോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പാമ്പ് എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് ആണെന്ന് പറഞ്ഞു. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ലാച്ചസ് ആർ ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്താണ്? എലമെന്ററി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഇറ്റ് ഈസ് ദ എലമെന്ററി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ ചോദിച്ചത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഇനി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ലാച്ചസ് ആണ് അല്ലേ. എലമെന്ററി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? ലോജിക് ഗേറ്റ്സ് ആണ് അല്ലെ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഓപ്പാമ്പ് ആണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ്? ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഓപ്ഷൻ ബി ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്, ഓപ്ഷൻ സി സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ്? ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ നോക്കൂ, ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. യെസ്, ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ്. അല്ലേ. അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കൂ, ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്. അതെ, അതിന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഇംപിഡൻസ് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, സീറോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. മൂന്നും ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, ഓപ്പാമ്പ് എന്നൊരു ടോപ്പിക്ക് ഒരു എക്സാമിന് അതിൻ്റെ സിലബസിൽ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പാമ്പിന് ഐഡിയൽ കേസാണ് മെയിനായിട്ട് ചോദിക്കാറ്. പ്രാക്ടിക്കൽ കേസ് ആണ് ചോദിച്ച് കണ്ടിട്ടില്ല. ഐഡിയൽ കേസിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഓപ്പാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റ് ആണ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് സീറോ ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണ്. ഓഫ്സെറ്റ് വോൾട്ടേജ് സീറോ ആണ്. ഇതിൽ കൂടാതെ തന്നെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയും ഇൻഫിനിറ്റ് ആണ്. അപ്പൊ സീറോ വരുന്നത്, അപ്പൊ ഇൻഫിനിറ്റ് ആണ് കൂടുതൽ വരുന്നത് അല്ലെ ഐഡിയൽ കേസ് ഓഫ് ഓപ്പാമ്പില്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പം സീറോ വരുന്ന ഏതാണെന്ന് പഠിച്ചു വെക്കുക. സീറോ വരുന്ന രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? ഔട്ട്പുട്ട് ഇംപിഡൻസും അതുപോലെ തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും. ഓക്കെ, ഔട്ട്പുട്ട് ഇംപിഡൻസും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും സീറോയാണ് എന്തിന്റെ കേസിൽ? ഓപ്പാമ്പിന്റെ കേസിൽ. ബാക്കി തന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഡിഫൈൻസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ? ഏതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻ എ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഓപ്ഷൻ സി ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ഇൻപുട്ട് ഇംപിഡൻസ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്താ? വിച്ച് ഡിഫൈൻസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഏത് ടെർമിനലിലാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്? ഇൻപുട്ട് ടെർമിനലിലാണ് അല്ലേ. അപ്പൊ ഇൻപുട്ട് ടെർമിനലിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ ഡിഫൈൻ ചെയ്യുന്നത്? ഇൻപുട്ട് ഇംപിഡൻസ് ആണ്.
അല്ലേ? Input impedance defines the total resistance between the input inverting and non-inverting terminals. What is the difference between the resistance and impedance? രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഓപ്പോസിറ്റ് തന്നെയാണ്. പക്ഷെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ that is a characteristics of the resistor, right? But impedance എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ കപ്പാസിറ്റർ ഉണ്ടായിക്കോട്ടെ, ഇൻഡക്ടർ ഉണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ മൂന്ന് കമ്പോണൻസും ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അതെന്താണ് മക്കളെ? ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓപ്പാം ക്യാൻ ആംപ്ലിഫൈ ഡാഷ്. ഓപ്പാം ക്യാൻ ആംപ്ലിഫൈ ഡാഷ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്നിക്കൽ എക്സാമിൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഓപ്പാം ക്യാൻ ആംപ്ലിഫൈ ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ AC സിഗ്നൽസ് ഓൺലി, ഓപ്ഷൻ ബി DC സിഗ്നൽസ് ഓൺലി, ഓപ്ഷൻ സി ബോത്ത് AC ആൻഡ് DC, ഓപ്ഷൻ ഡി നെയ്തർ AC നോർ DC. അപ്പോൾ ഓപ്പാമിന് ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് ചോദ്യം. ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആ പറ്റുക? ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആ പറ്റുക? ഇറ്റ്സ് എ versatile device, so it can amplify both AC and DC. So the right answer is option C. Op-amp can amplify both AC and DC. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലെ? ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പാംപ് ഈസ്. The common mode voltage gain of an op-amp is dash. അല്ലെ? ഓപ്ഷൻസ് നോക്കാം. ഗ്രേറ്റർ ദാൻ, ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഓപ്ഷൻ ബി സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഓപ്ഷൻ സി ഈക്വൽ ടു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ, ഒരു ഓപ്പാമിന്റെ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഡിഫറൻഷ്യൽ ഗെയിൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആയിരിക്കുമോ, സ്മോളർ ആയിരിക്കുമോ, ഈക്വൽ ടു ആയിരിക്കുമോ? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ. ആറാമത്തെ ചോദ്യം. ഹൗ ഫാസ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഓപ്പാം ക്യാൻ ഫോളോ ദ ഇൻപുട്ട് സിഗ്നൽ ഡിഫൈൻസ്. ഹൗ ഫാസ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പാം ക്യാൻ ഫോളോ ദ ഇൻപുട്ട് സിഗ്നൽ ഡിഫൈൻസ്. അതായത് ഔട്ട്പുട്ട്, ഒരു ഓപ്പാമിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ചേഞ്ച് ആകുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ടേം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ലൂ റേറ്റ്, ഓപ്ഷൻ ബി കോമൺ മോഡ് ഇൻപുട്ട് ഇംപെഡൻസ്, ഓപ്ഷൻ സി CMRR, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഹൗ ഫാസ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഓപ്പാം ക്യാൻ ഫോളോ ദ ഇൻപുട്ട് സിഗ്നൽ ഡിഫൈൻസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A, slew rate. So slew rate defines how fast the output of op-amp can follow the input signal. ഏഴാമത്തെ ചോദ്യം. Which of the following defines op-amp correctly? Which of the following defines op-amp correctly? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡയറക്റ്റ് ഗെയിൻ ഹൈ ഗെയിൻ ആംപ്ലിഫയർ, ഓപ്ഷൻ ബി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നെയ്തർ എ നോർ ബി. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ഓപ്പാം? ഓപ്പാമിന്റെ കറക്റ്റ് ഡെഫിനിഷൻ തരുന്നത് ഏതാണ്? ഡയറക്റ്റ് ഗെയിൻ ഹൈ ഗെയിൻ ആംപ്ലിഫയർ. യെസ്, it defines op-amp correctly, right? അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അതെ, op-amp ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അതിന് കുറേ സ്റ്റേജ് ഉണ്ട് അല്ലേ? ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, അതുപോലെ തന്നെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്, അങ്ങനെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് op-amp എന്ന് പറയുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് അല്ലേ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. എട്ടാമത്തെ ചോദ്യം. Which are the following are the examples of general purpose op-amp? Which are the following are the examples of general purpose op-amp? General purpose op-ampന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഇൻറ്റഗ്രേറ്റർ, ഓപ്ഷൻ ബി ഡിഫറൻഷിയേറ്റർ, ഓപ്ഷൻ സി സമ്മിങ് ആംപ്ലിഫയർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. നോക്കിക്കേ, ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കിക്കേ. Which of the following are the examples of general purpose op-amp? ഓപ്പാം ബേസിക്കലി രണ്ടാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ പർപ്പസ് അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടോ, പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഫംഗ്ഷൻ അനുസരിച്ചിട്ട്, അതായത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുക എന്നുള്ളതനുസരിച്ചിട്ട് രണ്ടാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ പർപ്പസ് ഓപ്പാമും അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ഓപ്പാമും. നമ്മുടെ ചോദ്യം ഏതാണ് ജനറൽ പർപ്പസ് ഓപ്പാം? എന്താണ് മക്കളെ ജനറൽ പർപ്പസ് ഓപ്പാം? ഇറ്റ് ഈസ് യൂസ് ഫോർ ദ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റഗ്രേറ്റർ എന്താണ്? ഒരു ജനറൽ പർപ്പസ് ഓപ്പാം ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡിഫറൻഷിയേറ്ററോ ഒരു ജനറൽ പർപ്പസ് ഓപ്പാം ആണ്. യെസ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ജനറൽ പർപ്പസ് ഓപ്പാം.
മൂന്നാമത്തെ സമ്മിങ് ആംപ്ലിഫയർ. അതെ, സമ്മിങ് ആംപ്ലിഫയറും എന്ത് തന്നെയാണ്? ഒരു ജനറൽ പർപ്പസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ തന്നെയാണ് അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ജനറൽ പർപ്പസ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്. ഒൻപതാമത്തെ ചോദ്യം. ഇഫ് ദ CMRR ഓഫ് ഐഡിയൽ op-amp ഈസ് ഇൻഫിനിറ്റ്, then the output common mode noise voltage becomes, അതായത് CMRR എന്താണ്? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ് അല്ലേ. അതൊരു ഐഡിയൽ ഓപ്പാമിൻ്റെ CMRR എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ, ഏത് ഔട്ട്പുട്ടാണ്? ഔട്ട്പുട്ട് കോമൺ മോഡ് നോയ്സ് വോൾട്ടേജ്. കോമൺ മോഡ് നോയ്സ് വോൾട്ടേജിന് എന്ത് സംഭവിക്കും? അതായത് CMRR, ഐഡിയൽ ഓപ്പാമിൻ്റെ CMRR അവിടെ ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ കോമൺ മോഡ് നോയ്സ് വോൾട്ടേജിന് എന്ത് സംഭവിക്കുന്നത് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റ്, ഓപ്ഷൻ സി ഡബിൾഡ്, ഓപ്ഷൻ ഡി ഹാഫ്ഡ്. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 0. ഇഫ് ദ CMRR ഓഫ് ഐഡിയൽ op-amp ഈസ് ഇൻഫിനിറ്റ്, then the output common mode noise voltage becomes 0. പത്താമത്തെ ചോദ്യം. ഇൻ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ദ op-amp സിംപ്ലി ഫംഗ്ഷൻ ആസ് എ ഡാഷ്. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ op-amp എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ഫോർമാറ്റിൽ അല്ലെങ്കിൽ എന്തിൻ്റെ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അറ്റുനേറ്റർ ആയിട്ടാണോ, ഓപ്ഷൻ ബി ഹൈ ഗെയിൻ ആംപ്ലിഫയർ, ഓപ്ഷൻ സി ലോ ഗെയിൻ ആംപ്ലിഫയർ, ഓപ്ഷൻ ഡി ഓൺലി എ. ഏതാണ് റൈറ്റ് ആൻസർ? ഇൻ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ദ op-amp സിംപ്ലി ഫംഗ്ഷൻ ആസ് എ, ദ റൈറ്റ് ആൻസർ ഈസ് option B, high gain amplifier. In open loop configuration, the op-amp simply functions as a high gain amplifier. 11ാമത്തെ ചോദ്യം. The phase shift of inverting amplifier is dash. The phase shift of inverting amplifier is dash. Options നോക്കാം. ഓപ്ഷൻ എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 360 ഡിഗ്രി, ഓപ്ഷൻ ഡി 270 ഡിഗ്രി. The phase shift of inverting amplifier is dash. എത്രയാണ്? 90 ഡിഗ്രി ആണോ, 180 ഡിഗ്രി ആണോ, 360 ഡിഗ്രി ആണോ, 270 ഡിഗ്രി ആണോ? ശ്രദ്ധിക്കണം, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ആണ്, ഫേസ് ഷിഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 180 ഡിഗ്രി. ദ ഫേസ് ഷിഫ്റ്റ് ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എത്രയാണ്? 180 ഡിഗ്രിയാണ്. 12ാമത്തെ ചോദ്യം. അതൊരു പിൻ കോൺഫിഗറേഷൻ എന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. വിച്ച് പിൻ ഇൻഡിക്കേറ്റ്സ് ഔട്ട്പുട്ട് ഓഫ് op-amp? ഒരു op-ampന്റെ ഔട്ട്പുട്ട് പിന്ന് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെക്കൻഡ് പിൻ, ഓപ്ഷൻ ബി തേർഡ് പിൻ, ഓപ്ഷൻ സി സിക്സ്ത് പിൻ, ഓപ്ഷൻ ഡി ഫിഫ്ത്ത് പിൻ. നമുക്കറിയാം ഒരു op-ampന്റെ ഔട്ട്പുട്ട് പിന്ന് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 6 അല്ലേ. 6ാമത്തെ പിന്നാണ് ഒരു op-ampന്റെ ഔട്ട്പുട്ട് പിൻ അല്ലേ. op-ampന്റെ പിൻ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പിൻ ഓഫ്സെറ്റ് നള്ളാണ്, രണ്ടാമത്തെ പിൻ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്, മൂന്നാമത്തെ പിൻ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്, നാലാമത്തെ നെഗറ്റീവ് പിന്നാണ്, നെഗറ്റീവ് VE അല്ലേ. അഞ്ചാമത്തെ ഓഫ്സെറ്റ് നള്ളാണ്, ആറാമത്തെ ഔട്ട്പുട്ടാണ്, ഏഴാമത്തെ പ്ലസ് VCC ആണ്, എട്ടാമത്തെ നോ കണക്ഷൻ. NC മീൻസ് നോ കണക്ഷൻ. സോ ദിസ് ഈസ് ദ പിൻ കോൺഫിഗറേഷൻ ഓഫ് op-amp. 13ാമത്തെ ചോദ്യം. ഇൻ ഓപ്പൺ ലൂപ്പ് op-amp കോൺഫിഗറേഷൻ ദ ഗെയിൻ ബിക്കം ഹാഫ് വെൻ ദ ഫ്രീക്വൻസി ഗെറ്റ്സ് ഡാഷ്. ഇൻ ഓപ്പൺ ലൂപ്പ് op-amp കോൺഫിഗറേഷൻ ദ ഗെയിൻ ബിക്കം ഹാഫ് വെൻ ഫ്രീക്വൻസി ഗെറ്റ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹാഫ്, ഓപ്ഷൻ ബി ഡബിൾ, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി ഇൻഫിനിറ്റ്. അപ്പോൾ ഫ്രീക്വൻസിയിൽ എന്ത് ചേഞ്ച് ആണ് വരിക? ഗെയിൻ പകുതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി doubled. Okay, in open loop op-amp configuration the gain become half when frequency gets doubled. op-ampന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ കണക്ഷൻ്റെ ബേസിലൊരു ക്ലാസിഫിക്കേഷനാണ് ഓപ്പൺ ലൂപ്പ് op-amp കോൺഫിഗറേഷനും ക്ലോസ്ഡ് ലൂപ്പ് op-amp കോൺഫിഗറേഷനും. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് അവിടെ കൊടുക്കുന്നില്ല, വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് അവിടെ കൊടുക്കും അല്ലേ. ഓപ്പൺ ലൂപ്പിൽ ഹൈ ഗെയിൻ ആണ്. ഓക്കെ, ക്ലോസ് ലൂപ്പിലോ ഗെയിൻ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും.
നമ്മൾ പറഞ്ഞു ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കണക്ഷൻ അല്ലേ. ദ ഓപ്പൺ ലൂപ്പ് ഇൻഡിക്കേറ്റ് ദർ ഹാസ് നോ കണക്ഷൻ എയ്തർ ഡയറക്റ്റ് ഓർ വെയർ അനദർ നെറ്റ്വർക്ക്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ടെർമിനൽസ് അല്ലേ. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ ഒപ്പാം സിംപ്ലി എങ്ങനെയായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക, ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലേ ഓപ്പൺ ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ബേസിക്കലി 3 ടൈപ്സ് ഓഫ് ഓപ്പൺ ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻസ് ആണുള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഏതൊക്കെയാണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? VIN1 ആൻഡ് VIN2 are applied to the positive and negative input terminals. അതായത് ഡിഫറെൻറ്റ് ടെർമിനലിലേക്ക് നമ്മൾ ഡിഫറെൻറ്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ആ പേര് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് വരാനുള്ള കാരണം. ഇനി എന്താണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രിയിൽ വരുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടുത്തെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കായിരിക്കും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുന്നതാണ് അവിടെ ഇൻവേർട്ട് ചെയ്യപ്പെടുന്നില്ല അല്ലേ. ഏതാണോ കൊടുക്കുന്ന സിഗ്നൽ അത് ജസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുക മാത്രമേ ഉള്ളൂ നോൺ ഇൻവേർട്ടിംഗിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലോ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. വേറെ ടെർമിനൽ നമ്മൾ എങ്ങനെയായിരിക്കും? അത് ഗ്രൗണ്ട് ആയിരിക്കും. 14ാമത്തെ ചോദ്യം, വോൾട്ടേജ് ഫോളോവർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. വോൾട്ടേജ് ഫോളോവറിന്റെ വേറെ പേരെന്താണെന്നാണ് ചോദ്യം അല്ലെ. ഏതൊക്കെ പേരുകളിലാണ് വോൾട്ടേജ് ഫോളോവർ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ, ഓപ്ഷൻ ബി ബഫർ ആംപ്ലിഫയർ, ഓപ്ഷൻ സി ഐസൊലേഷൻ ആംപ്ലിഫയർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. വോൾട്ടേജ് ഫോളോവർ ഈസ് ഓൾസോ നോൺ ആസ് ഏതൊക്കെ പേരിലാണ്? യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആണ്. കാര്യം അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും അല്ലേ. സോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അതൊരു ബഫർ ആംപ്ലിഫയർ കൂടിയാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കുമ്പോൾ ഇറ്റ് ഇസ് എൻ ഐസൊലേഷൻ ആംപ്ലിഫയറും ആണ്. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ ഈസ് ഓൾസോ നോൺ ആസ് യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ, ബഫർ ആംപ്ലിഫയർ, അതുപോലെ തന്നെ ഐസൊലേഷൻ ആംപ്ലിഫയർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ക്ലിയർ ആയില്ലേ മക്കളെ? 15ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസ് ആംപ്ലിഫയർ? വിച്ച് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഓപ്ഷൻ ബി വോളിയം കൺട്രോൾ സർക്യൂട്ട്, ഓപ്ഷൻ സി ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. Amplitude modulation is one of the application of difference amplifier. Volume control circuit is also one of the applications of difference amplifier. Automatic gain control is also one of the applications of difference amplifier. So the right answer is option D, all of the above. Okay, so amplitude modulation, volume control circuit, automatic gain control, difference amplifier applications ആണ്. അടുത്ത ചോദ്യം, ഗെയിൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ ഇൻ ഡാഷ്. ഗെയിന് ഏതിലായിരിക്കും കുറവ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ, ഓപ്ഷൻ ബി ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നെയ്തർ എ നോർ ബി. ഏതിലായിരിക്കും ഗെയിൻ കുറവ് എന്നാണ് ചോദ്യം. ഓപ്പൺ ലൂപ്പിലാണോ ക്ലോസ് ലൂപ്പിലാണോ അത് രണ്ടിലും കുറവാണോ അല്ലെങ്കിൽ നെയ്തർ എ നോർ ബി? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ. ഗെയിൻ ഏതിലായിരിക്കും കുറവ്? ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷനിലായിരിക്കും കുറവ്. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് ഓപ്പാം കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ക്ലോസ്ഡ് ലൂപ്പ്. ഫീഡ്ബാക്ക് ഇല്ലാത്ത നെറ്റ്വർക്കാണ് ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിലായിരിക്കും ഗെയിൻ കമ്പാരിറ്റീവ്ലി കുറവുണ്ടാവുക. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് pin configuration of op-amp? Which of the following are correct about pin configuration of op-amp? op-ampന്റെ pin configurationന്റെ കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫസ്റ്റ് പിൻ ഓഫ്സെറ്റ് നൾ, ഓപ്ഷൻ ബി സെക്കൻഡ് പിൻ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഓപ്ഷൻ സി തേർഡ് പിൻ നോ കണക്ഷൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇതറിയണമെങ്കിൽ പിൻ കോൺഫിഗറേഷൻ op-ampന്റെ പിൻ കോൺഫിഗറേഷൻ അറിയണം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് പിൻ ഓഫ്സെറ്റ് നള്ളാണ് അല്ലേ. സെക്കൻഡ് പിൻ എന്താണ്? ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. തേർഡ് പിന്ന് നോ കണക്ഷൻ ആണോ? 8ാമത്തെ പിന്നാണ് അല്ലേ നോ കണക്ഷൻ. തേർഡ് പിൻ എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആദ്യത്തെയും ശരിയാണ്, രണ്ടാമത്തെയും ശരിയാണ്. സോ ബോത്ത് എ ആൻഡ് ബി.
സോ ഫസ്റ്റ് പിൻ ഓഫ്സെറ്റ് നള്ളാണ്, സെക്കൻഡ് പിൻ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്, തേർഡ് പിൻ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്, നോ കണക്ഷൻ, എയ്ത്ത് പിൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബോത്ത് എ ആൻഡ് ബി. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ഓപ്പ്-ആമ്പ് ഹാസ് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ്. ഇറ്റ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് സൈമൾട്ടേനിയസ്ലി വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്, നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓപ്ഷൻ സി, ഔട്ട്പുട്ട് കോമൺ മോഡ് നോയ്സ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഓപ്പ്-ആമ്പിന് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് സ്ലീവ് റേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? സ്ലീവ് റേറ്റ് എന്താണ്? The changing that happen in the output depend upon the input voltage. How fast the output voltage changes with the respect to the input voltage ആണ് അല്ലേ? So ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option A. Output voltage change simultaneously with the input voltage. If op-amp has infinite slew rate, it means output voltage change simultaneously with the input voltage. 19ാമത്തെ ചോദ്യം. Pick out the correct statement from the following. Pick out the correct statement from the following. Options നോക്കാം നമുക്ക്. Option A, the open loop op-amp configuration are not used in linear application. Option B, the open loop op-amp configuration can be used in linear application. Option C, open loop means with the feedback. Option D, in open loop op-amp simply function as an attenuator. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻ ആർ നോട്ട് യൂസ്ഡ് ഇൻ ലീനിയർ ആപ്ലിക്കേഷൻ. ലീനിയർ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ? അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കാത്തതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് നോ കണക്ഷൻ എയ്തർ ഡയറക്റ്റ് ഓർ ബൈ അനദർ നെറ്റ്വർക്ക്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ടെർമിനൽസ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻസ് അല്ലേ? ഏതാണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഈ 3 കോൺഫിഗറേഷൻസിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിലും ഏതൊരു ഇൻപുട്ട് സിഗ്നലും 0നേക്കാളും കുറച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഡ്രൈവ്സ് ഔട്ട്പുട്ട് ടു സാച്ചുറേഷൻ ലെവൽ. സോ ഇത് ഭയങ്കര ഗെയിൻ ആയിരിക്കും. ഓപ്പ്-ആമ്പിന് വെരി ഹൈ ഗെയിൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് എന്ന് പറയുന്നത് ഏതർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ അത് സ്വിച്ചസ് ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവും നെഗറ്റീവും സാച്ചുറേഷൻ ലെവലിൽ ഇങ്ങനെ സ്വിച്ചസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ലീനിയർ ആപ്ലിക്കേഷൻസ് ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ നോക്കേണ്ട കാര്യമില്ല എക്സാമിന്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി നോക്കിക്കേ. ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ലീനിയർ ആപ്ലിക്കേഷൻ. അത് തെറ്റാണ്. നമ്മൾ കനോട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഓപ്പൺ ലൂപ്പ് മീൻസ് വിത്ത് ഫീഡ്ബാക്ക്. അല്ല, ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ മനസ്സിലായി ഓപ്ഷൻ സിയും തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ ബിയും തെറ്റാണ്, ഓപ്ഷൻ സിയും തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ ഡി നോക്കിക്കേ. ഇൻ ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് സിംപ്ലി ഫംഗ്ഷൻ എസ് എ ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക, നോട്ട് ആസ് എൻ അറ്റന്യൂറ്റർ അല്ലേ? ഓപ്പൺ ലൂപ്പിൽ ഓപ്പ്-ആമ്പ് സിംപ്ലി ഫംഗ്ഷൻസ് ഹൈ ഗെയിൻ ആംപ്ലിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറ്റന്യൂറ്റർ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ബിയും സിയും ഡിയും തെറ്റാണ്. റൈറ്റ് ആൻസർ ഏതാണ് മക്കളെ? ഓപ്ഷൻ എ ആണ്. ഓപ്പൺ ലൂപ്പ് ഓപ്പ്-ആമ്പ് കോൺഫിഗറേഷൻ ആർ നോട്ട് യൂസ്ഡ് ഇൻ ലീനിയർ ആപ്ലിക്കേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ് സ്വിച്ചിങ് കാപ്പബിലിറ്റി. 20ാമത്തെ ചോദ്യം. ഇഫ് എ കപ്പാസിറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഓഫ് ആൻ ഓപ്പ്-ആമ്പ് സർക്യൂട്ട് ദെൻ ദ സർക്യൂട്ട് ക്യാൻ ആക്ട് ആസ് എ ഡാഷ്. ശ്രദ്ധിക്കണം, കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പ്-ആമ്പ് സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് പാത്തായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻ്റഗ്രേറ്റർ, ഓപ്ഷൻ ബി മൾട്ടിപ്ലയർ, ഓപ്ഷൻ സി ഡിവൈഡർ, ഓപ്ഷൻ ഡി ഡിഫറൻഷിയേറ്റർ. ഏതാണ് റൈറ്റ് ആൻസർ? ഇഫ് എ കപ്പാസിറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഓഫ് ആൻ ഓപ്പ്-ആമ്പ് സർക്യൂട്ട്, ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇൻ്റഗ്രേറ്റർ അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, റെസിസ്റ്റർ പ്ലേസ് ചെയ്താലോ ഫീഡ്ബാക്ക് പാത്തിൽ? ഡിഫറൻഷിയേറ്റർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രാവശ്യം കപ്പാസിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം റെസിസ്റ്റർ ചോദിക്കാം. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ഓഫ് ആൻ ഓപ്പ്-ആമ്പ് സർക്യൂട്ട് ദെൻ ദ സർക്യൂട്ട് ക്യാൻ ആക്ട് ആസ് ആൻ ഇൻ്റഗ്രേറ്റർ. തെറ്റിക്കരുത്. 21ാമത്തെ ചോദ്യം. ഓപ്പ്-ആമ്പ് ആസ് എ വോൾട്ടേജ് ഫോളോവർ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഡാഷ്. ഓപ്പ്-ആമ്പ് ആസ് എ വോൾട്ടേജ് ഫോളോവർ ആണ് കേട്ടോ. Op-amp as a voltage follower has a voltage gain of dash.
ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻഫിനിറ്റി, ഓപ്ഷൻ ബി സീറോ, ഓപ്ഷൻ സി യൂണിറ്റി, ഓപ്ഷൻ ഡി നെഗറ്റീവ് വാല്യൂ. ഏതാണ് റൈറ്റ് ആൻസർ? വോൾട്ടേജ് ഫോളോവറിന് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടോ? ഇല്ല, ഇറ്റ് ഹാസ് നോ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. അനദർ നെയിം ഫോർ ദ വോൾട്ടേജ് ഫോളോവർ ഏതൊക്കെയാണ്? യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ, ബഫർ ആംപ്ലിഫയർ, ഐസൊലേഷൻ ആംപ്ലിഫയർ നമ്മളെല്ലാം പഠിച്ചല്ലേ. ആംപ്ലിഫിക്കേഷൻ ഒന്നും സംഭവിക്കാതെ ഏതാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ. അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ബഫർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഐസൊലേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഫോളോവറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? ഇൻഫിനിറ്റ് ആണോ? അല്ല. സീറോ ആണോ? അല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, യൂണിറ്റി. അതുകൊണ്ടല്ലേ അതിനെ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? സോ ഓപ് ആംപ് ആസ് എ വോൾട്ടേജ് ഫോളോവർ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് യൂണിറ്റി. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ് ആംപ്? ഓപ് ആംപ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ IC 8085, ഓപ്ഷൻ ബി IC 7805, ഓപ്ഷൻ സി IC 741, ഓപ്ഷൻ ഡി IC 555. അപ്പോൾ ഏതാണ് ഇതിലൊരു ഓപ് ആംപ്? ഏതാണ്? 8085 ആണോ? അല്ല. 7805 ആണോ? അല്ല. അപ്പോൾ ഏതാണ്? 555 ആണോ? അല്ല അല്ലേ. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി IC 741 ഈസ് ആൻ ഓപ് ആംപ്. നമ്മൾ പറഞ്ഞു ഓപ് ആംപ് എന്ന് പറയുന്നത് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു. അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? സിഗ്നൽ കണ്ടീഷനിങ് യൂസ് ചെയ്യാറുണ്ട്, ഫിൽറ്ററിന് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഹൈ പാസ് ഫിൽറ്ററിനും അതുപോലെ തന്നെ ലോ പാസ് ഫിൽറ്ററിനും നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്യാറുണ്ട്. A to D കൺവേർഷനും അതുപോലെ തന്നെ D to A കൺവേർഷനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് കിട്ടിയിരിക്കുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് കപ്പിൾ ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ്. അതിലെന്താണ്? ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഫോളോ ബൈ ദ ലെവൽ ട്രാൻസ്ലേറ്റർ ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഓക്കെ, ഔട്ട്പുട്ട് സ്റ്റേജ് ഇതിന് എത്രയാണ്? അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സെക്ഷൻസ് ആണുള്ളത് കേട്ടോ. 4 സെക്ഷൻസ് ആണ് ഓപ് ആംപിലുള്ളത്. ഒരു ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ഒരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട് അല്ലെ. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ് മോസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ ടു ദ of the amplifier. Okay, to provide most of the voltage gain of the amplifier. And intermediate stage എങ്ങനെയാണ്? ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ to shift the DC level. Emitter follower using constant current source he is using in the level shifting stage അല്ലെ. എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുന്ന ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലാണ്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ അല്ലെങ്കിൽ പുഷ് പുൾ ഓർ പുഷ് പുൾ കോംപ്ലിമെന്ററി സിമെട്രി പെയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജിലുള്ളത്. 23ാമത്തെ ചോദ്യം, CMRR for an op amp should be. CMRR അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഒരു op ampന്റെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എങ്ങനെയായിരിക്കണം? ഓപ്ഷൻസ് നോക്കാം. ആസ് ലാർജ് as possible, ഓപ്ഷൻ ബി ക്ലോസ് ടു സീറോ, ഓപ്ഷൻ സി ക്ലോസ് ടു യൂണിറ്റി, ഓപ്ഷൻ ഡി as small as possible. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is ഓപ്ഷൻ എ അല്ലെ. CMRR എപ്പോഴും എങ്ങനെയായിരിക്കണം? as large as possible ആയിരിക്കണം. സോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഫോർ ആൻ ഓപ് ആംപ് ഷുഡ് ബി as large as possible. 24ാമത്തെ ചോദ്യം, ഇൻ ഓപ് ആംപ് the pin 2 of 741 IC is a virtual ground. This statement is based on which law? In op amp, the pin 2 of 741 IC എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഗ്രൗണ്ട് ആണ് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ലോയുടെ ബേസിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കിർച്ചോഫ് വോൾട്ടേജ് ലോ, ഓപ്ഷൻ ബി കിർച്ചോഫ് കറന്റ് ലോ, ഓപ്ഷൻ സി ഓംസ് ലോ, ഓപ്ഷൻ ഡി കൂളംസ് ലോ. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option A, Kirchhoff voltage law. In op amp, the pin 2 of 741 IC is a virtual ground. The statement is based on Kirchhoff voltage law. വിർച്വൽ ഗ്രൗണ്ട് കൺസിഡർ ചെയ്യാന്നുള്ള അർത്ഥം, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് വോൾട്ടേജ് ഗ്രൗണ്ട് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ വിർച്വൽ ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, ഒരു op ampൽ പിൻ 2 of 741 IC എന്ന് പറയുന്നൊരു വിർച്വൽ ഗ്രൗണ്ട് ആണെങ്കിൽ, ഒരു സർക്യൂട്ട് ആയിട്ട് നമ്മൾ വിർച്വൽ ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, രണ്ടാമത്തെ പിന്നെ വിർച്വൽ ഗ്രൗണ്ട് ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു op ampൽ 741 ICയിൽ പിൻ 2 നമ്മളൊരു വിർച്വൽ ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലോസ് ലൂപ്പിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ V1 എന്നുള്ളത് വിർച്വൽ ഗ്രൗണ്ടോട് കൺസിഡർ ചെയ്യാറുണ്ട്.
അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോഡ് വോൾട്ടേജ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഗ്രൗണ്ട് വോൾട്ടേജ് ആണ്. അത് ഏത് ലോന്റെ ബേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? കിർച്ചോഫ് വോൾട്ടേജ് ലോന്റെ ബേസിസിലാണ്. 25ാമത്തെ ചോദ്യം. ഇൻ ഓർഡർ ഫോർ ആൻ ഔട്ട്പുട്ട് ടു സ്വിംഗ് എബവ് ആൻഡ് ബിലോ സീറോ റെഫറൻസ് ദ ഓപ്പ് ആംപ് സർക്യൂട്ട് റിക്വയേഴ്സ് ഡാഷ്. In order for an output to swing above and below the zero reference, the op amp circuit requires, അതായത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് op amp സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സീറോ ഓഫ്സെറ്റ് ആണോ? ഓപ്ഷൻ ബി എ റെസിസ്റ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടോ? ഓപ്ഷൻ സി എ വൈഡ് ബാൻഡ് വിത്ത്. ഓപ്ഷൻ ഡി എ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സപ്ലൈ. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഇൻ ഓർഡർ ഫോർ an output to swing above and below zero reference, the op amp circuit requires. The right answer is option D, a negative and positive supply. ഓക്കെ, അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.